ഹലോ, അതെ. എപ്പോ? ആ, എന്നിട്ട്? ആ, ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ വരാം. ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. നിക്കടാ. നീയോ? അല്ല, നീ എന്താ ഇവിടെ? അല്ലടാ, നിന്റെ മൊബൈലിന് എന്തോ പറ്റി? എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. നീ താമസം പഴയ സ്ഥലത്തുനിന്ന് മാറ്റിയോ? നീ എന്നെ വിളിച്ചോ? എന്ന് വിളിച്ചു? നീ എന്നാ റൂമിൽ വന്നത്? ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ? ഒരുപാട് തവണ അവിടെ വന്നു, പക്ഷെ നീ അവിടെ ഇല്ലല്ലോ. ഞാനവിടെ ഇല്ലെന്നോ? എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അല്ല, ആരും പറഞ്ഞില്ല, പക്ഷെ നീ അവിടെ ഇല്ലാന്ന് അറിഞ്ഞപ്പോ പിന്നെ ഞാൻ കേറിയില്ല. ഞാൻ അവിടെ ഇല്ലാന്ന് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ അങ്ങോട്ടാ? ഞാനൊരു സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങിയതാ. പക്ഷേ ഇനിയിപ്പോ നിന്റെ താവളം കണ്ടിട്ട് ഞാൻ ഇനി പോകുന്നുള്ളൂ. ഓ, അതിനെന്താ, പോലോ. പക്ഷെ ഞാനിപ്പോ അർജന്റായിട്ട് ഒരു സ്ഥലം വരാം. നിനക്കിപ്പോ യാതൊരുവിധ അർജന്റും ഇല്ല. നടക്കടാ അങ്ങോട്ട്. എടാ, അതിപ്പോ നിന്നോട് നടക്കാനാ പറഞ്ഞു. വാടാ. ജാഫറെ, ഞാൻ പറഞ്ഞില്ലേ ഈ അർജന്റ്. വാടാ ഇങ്ങോട്ട്. കള്ള കാസർ. കുറെ കാലമായിടാ നിന്റെ ഈ കളി തുടങ്ങിയിട്ട്. നിന്നെ ഇനി അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കരുവാടാ. ഇതാരുടെ റൂമാ? നീ ഇവിടെയാണോ താമസിക്കുന്നത്? വാ, നീ ഇരിക്കേ, എല്ലാം പറയാം. നിനക്ക് കുടിക്കാൻ എന്താ? ചായയോ തണുത്തോ? ഓ, ഇവിടെ തന്നെയാണല്ലേ താമസം? എന്തിനാടാ ഈ ഒളിച്ചുകളി? നീ ഞങ്ങൾക്കാർക്കൊന്നും തരാനില്ലല്ലോ. നീ ഇരിക്കടാ, ഞാൻ ചായ എടുക്കാം. ആരെടാ അകത്ത്? അത് സത്യം പറയും. അത് എന്തെങ്കിലും ഒന്ന് ചെയ്യ് ജാഫറണ്ണ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് ബഹളം ഉണ്ടാക്കണ്ടേ? ആൾക്കാർ കണ്ട പ്രശ്നം ഉണ്ടാക്കും. ഉണ്ണി, ഉണ്ണി, എന്തു പറ്റിയടാ നിനക്ക്? ഉണ്ണി, എന്താ സംഭവിച്ചത്? നിങ്ങൾ രണ്ടുപേരും മഴക്കിട്ടോ? കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഇല്ല, ഉറങ്ങാൻ കിടന്നതാ. മോളൊപ്പം കളിച്ചിരിക്കുമ്പോ പെട്ടെന്ന് പിന്നെ വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. ഉണ്ണി, എഴുന്നേക്ക്, വാ, ഹോസ്പിറ്റലിൽ പോവാം. അണ്ണാ, ഇപ്പടിയേ? പിന്നെ എന്തു വേണം? പോലീസിനെ, ആംബുലൻസിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണോ? എന്നാ പിന്നെ കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും. അറിയോ നിനക്ക്? അമ്മ,
അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ആ ശരി ശരി. ആ നിങ്ങൾ ആ രോഗിയുടെ കൂടെ വന്നല്ലേ? അതെ. എന്താ ഡോക്ടർ? വരൂ. നിങ്ങൾ ഇയാളുടെ ആരാ? ഞാൻ ഉണ്ണിയുടെ സുഹൃത്താ. പേര്? എന്റെ പേര് ജാഫർ. അവൻ എന്തു പറ്റി ഡോക്ടർ? എനിത്തിങ് സീരിയസ്? ജാഫർ, സീരിയസ് ആണോന്ന് ചോദിച്ചാ അതെ. വിദഗ്ധ ചികിത്സ സമയത്ത് ലഭിച്ചില്ലെങ്കിൽ രോഗി മരണം വരെ ആ കിടപ്പിൽ നിന്ന് അനങ്ങില്ല. എപ്പോഴാണ് വേദന തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയൂ? ഞാൻ അവന്റെ കൂടെയല്ല താമസം. രാത്രി എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഉണ്ണി വേദന കൊണ്ട് പൊളിയുകയായിരുന്നു. ഒരുതരം പക്ഷപാതത്തിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. സ്പൈനൽ കോഡിനെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറില്ലേ ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ഒബ്സർവേഷനിലാണ്. നന്നായി പ്രാർത്ഥിക്കാം. ദൈവം കനിഞ്ഞാൽ തീർച്ചയായും. ഇപ്പൊ എന്തായാലും ഉണ്ണിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരക്ഷരം മിണ്ടാൻ പോലും. ഡോക്ടർ, ഞാൻ അവന്റെ ബന്ധുക്കളോട് എന്താ പറയേണ്ടത്? ജാഫർ, ഇതാർക്കും എപ്പോ വേണമെങ്കിലും വരാവുന്ന ഒരവസ്ഥയാ. പ്രതീക്ഷ കൈവിടിയാതിരിക്കുക. ആ ശ്രീയ, ഡോക്ടറൊന്നും പറഞ്ഞില്ല. പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല. വേണ്ട വേണ്ട, അറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഹലോ, നിങ്ങക്ക് എവിടെ ഇറങ്ങണ്ടേ? നിങ്ങക്ക് എവിടെ ഇറങ്ങണ്ടേന്ന്? നിങ്ങക്ക് മലയാളം തീരെ മനസ്സിലാവില്ലേ? തരുമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ. ചുറ്റിക്കല്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇനി എന്തെങ്കിലും ഒന്ന് പറ. എങ്ങോട്ടാ? എവിടെ ഇറങ്ങണ്ടേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? വെറുതെ ആളായിട്ട് വട്ടം കിടക്ക? പറ, എന്താ ഇത്? ഹലോ, ഗുഡ് മോർണിംഗ് സോഫി. ഗുഡ് മോർണിംഗ്. ഓ, എന്തൊരു ട്രാഫിക്കാ. എന്റെ സോഫി, നിങ്ങളൊക്കെ ഇത്ര നേരത്തെ ഓഫീസിലെത്തുന്നത് എങ്ങനെയാ? ഉവ്വ്, ബോസ് എത്തിയിട്ടില്ല, പേടിക്കണ്ട. ഓ, ഓട്ടം വേസ്റ്റ് ആയല്ലോ. സോഫി, വല്ലാത്തൊരു പ്രസരിപ്പുണ്ടല്ലോ. ഉവ്വ്, ബോസ് ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ അറിയായിരുന്നു ആരുടെ മുഖത്താ പ്രസരിപ്പെന്ന്. മോർണിംഗ് അൾട്ടിമ. ഷിബു, നിങ്ങൾ ആ പെറ്റി ക്യാഷ് ഒന്ന് ക്ലിയർ ആക്കണേ. ഒരു അവിവാഹിതന്റെ ആജ്ഞയാണെന്ന് കരുതിയാൽ മതി. തന്റെ ഒരു പെറ്റി ക്യാഷ്. ബോസിന്റെ ഒരു കെട്ട് ബില്ല് താ കിടക്കുന്നു. അത് ഇതുവരെ തൊട്ടിട്ടില്ല. ദാ ബോസ് അല്ലേ, അതുപോലെയാണ് ഞാൻ. അദ്ദേഹത്തിന് ഡസൻ കണക്കിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവില്ലേ? എടാ ഉണ്ണി, നീ ഇവിടെ നിൽക്കുവാണോ? ആ, ആ പോർട്ടിൽ പോയി സാധനങ്ങൾ എടുക്ക്. അത് ഇന്നലെ ഡെലിവറി കൊടുക്കേണ്ടതാ. ബോസ് അറിഞ്ഞാലേ. ഇതാ ഞാൻ പോയി. പോർട്ടാണല്ലേ, ഇന്നത്തേക്കുള്ള പണിയായി. ഷിബു. ഓക്കെ. ഷിബു, ഇതാ ഫയലിലിട്ടേക്ക്. ഗുഡ് മോർണിംഗ് സോഫി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഉണ്ണി. ഹൗ ആർ യു? ഐ ആം ഫൈൻ സർ. ഓക്കെ.
ഹലോ. അച്ചായോ, അച്ചായോ, ദാ ഇതൊന്ന് വരച്ചെന്നേ, വേഗം സ്ഥലം വിടട്ടെ. ഈ ക്ലോസിംഗ് ടൈമിലെ ഡെലിവറി തരത്തുള്ളൂ താൻ എന്നതാ ശബ്ദം ചെയ്തിരിക്കുക. ഓ, വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. പിന്നെ പോർട്ടിലെ തിരക്കാച്ചേനെ അറിയാലോ. വേഗം ഒന്ന് റൂമിലെത്തി മലർന്നടിച്ചൊന്ന് വീഴണം. എൻ്റെ അമ്മോ, ഹോ, ഇന്ന് ആരാണവ കണി കണ്ട്? ഓ, ആ ലങ്കക്കാരുത്തി. ലങ്കക്കാരത്തിയോ? ഏത് ലങ്കക്കാരത്തി? എന്നതാടാ നീ തുടങ്ങിയോ ചുറ്റിക്കളിയൊക്കെ? ഒന്നുമില്ല ചേ, അത് വേറൊരു കഥ. താണ്ട് കൊണ്ടുപോ, റൂമിലോട്ടോ നരകത്തിലോട്ടോ എവിടാന്ന് വെച്ചാൽ കൊണ്ടുപോ. ഇനി മേലാ സമയം കഴിഞ്ഞേച്ചും ഈ വഴിക്ക് വന്നേക്കരുത്. 5-8 അവിടെ അച്ചായന്റെ മെസ്സാന്ന് പറഞ്ഞ് പ്ലേറ്റും കഴുകി കാത്തിരിക്കുന്നുണ്ടാവും. ഇത് വല്ലതും തനിക്കറിയോ? അല്ലേലും ഒറ്റാന്തടിക്കാരനായ തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്നതാടോ കാര്യം? എൻ്റെ അച്ചായ, കിട്ടണ മുഴുവൻ നാട്ടിലേക്ക് അയക്കാണ്ട് മനുഷ്യന്മാരെ പോലെ ജീവിച്ചൂടെ നിങ്ങൾക്ക്? ദാ ഇപ്പൊ എന്നെ തന്നെ നോക്കിയേ, 10,000 ദിർഹം ശമ്പളം കിട്ടിയിട്ടാ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണേ. കുശുമ്പും കുന്നായ്മയും നാട്ടുകാർക്ക് വെച്ചു വിളമ്പലും. ഈ ബാച്ചലർ ലൈഫിന്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാ. ഓ, നിനക്കത് പറയാം. എന്നതാ ഇവിടത്തെ ചെലവ്? ചെലവിത്തിരി കൂടും, എന്നാലും ഒറ്റയ്ക്കാവുമ്പോ സുഖം സുഖകരം. ആരെയും മുഖം കാണണ്ടല്ലോ. രാത്രി 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഇടാം, വാതിൽ ഉറക്കുമ്പോ ഒച്ചയുണ്ടാക്കാം. എന്താ സുഖം എന്നറിയോ? ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലടാ കൊച്ചനെ. പെമ്മക്കള് 3. ഇങ്ങനൊക്കെ പിശുക്കിയിട്ടും കറണ്ട് വാടകയും റൂം റെന്റും വെള്ളവും ചാപ്പാടും ഒക്കെ കഴിഞ്ഞ ഒരാണ ബാക്കി ഉണ്ടാവത്തില്ല എൻ്റെ അനിയ. എനിക്കറിയാ ചായ, ഞാൻ ചുമ്മാ. എനിക്കറിയാഞ്ഞിട്ടാ. ഒരു കാരണം കിട്ടുമ്പോ അകത്തുള്ളതൊക്കെ തികട്ടി പുറത്തോട്ട് വരും പോലെ. എന്നാ ശരി, താൻ വിട്ടോ. ഓക്കെ ചേ, കാണാം കാണാം. ഓക്കെ. എന്താ കാലത്ത് വന്നിട്ട് ഇതുവരെ പോയില്ലേ? நான் இங்கேயே தான் இருந்தேன், எங்கேயும் போகவில்லை. പിന്നെ ആരെ കാണാൻ ഇവിടെ ഇറങ്ങിയത്? யாருமே இல்லை. ഓ, അപ്പൊ ബോയ് ഫ്രണ്ട് വരാന്ന് പറഞ്ഞു, വന്നില്ല അല്ലേ? அப்படி ஒண்ணுமில்லை. പിന്നെ സ്പോൺസറുടെ വീട്ടിൽ നിന്ന് ചാടിതാ? ഈശ്വര, നീ വല്ലതും കഴിച്ചോ? വാ, വന്ന് വണ്ടി കയറ്, വന്ന് കേറ്. ഇവിടുത്തെ നിയമത്തെക്കുറിച്ചൊന്നും അറിയില്ലേ? ஊர்ல இருந்து வட்டிக்கு பணம் எடுத்து தான் விசாவுக்கு பணம் கொடுத்தது. എന്നിട്ട് இங்க வந்து பழக்கப்பட்ட ஒருத்தர் வேற நல்ல சம்பளம் உள்ள வேலை தரேன் என்று என்னிடம் அடிக்கடி சொன்னார். அதையே நம்பி நான் அவருடன் சென்றேன். ஆனால் എന്നിട്ട് അയാളോടൊപ്പം എത്ര നാൾ താമസിച്ചു? இல்லை, அவர் வேறு நிறைய பெண்கள் உள்ள பிளாட்டில் என்னை விட்டார். ஆனால் മനസ്സിലായി. എന്നിട്ട് இயலாது என்று சொன்னதினால் என்னை பயமுறுத்தினார். சிஐடியிடம் மாட்டி விடுவேன் என்று சொன்னார். பயந்து நான்
காலையிலே அங்கிருந்து தப்பி வந்தேன். ഇനിയിപ്പോ എങ്ങോട്ട് പോവും? സ്പോൺസറുടെ വീട്ടിൽ തിരിച്ചെല്ലാൻ പറ്റുമോ? இயலாது. அவர் என்னை பிடித்து ஜெயில போட்டு ஊருக்கு அனுப்பி விடுவார். பணம் இல்லாமல் ஊருக்கு சென்றால் நாங்க குடும்பத்தோட தற்கொலை செய்ய வேண்டியதுதான். വേണ്ട, 1-2 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയടാ. പിന്നെ വല്ല പാർട്ട് ടൈം ജോലി കിട്ടിയാ അങ്ങോട്ട് മാറ്റിക്കോളാം. ശരിടാ, ഞാൻ എന്നാ പിന്നെ വിളിക്കാം. എടാ, 7 സ്റ്റാർ ആയാലും 2 സ്റ്റാർ ആയാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ. ഒറിജിനൽ ഇല്ലെങ്കിൽ വേണ്ട, ഒരു കോപ്പിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാലും പേടിയാ. മിനിസ്ട്രിയിൽ ഡെയിലി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു വീട്ടുവേലക്കാരി എന്തിനാ 2 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു ചോദിച്ചാൽ അതെന്തെങ്കിലും ആട്ടെ, ഒരു കോപ്പി പോലും ഇല്ലല്ലോ. സോറിയടാ, എന്റെ ജോലി പോണ കേസാ. അല്ല, എന്നാ നീ ഇതൊക്കെ തുടങ്ങിയേ? നീ പറഞ്ഞതൊക്കെ ശരി, പക്ഷെ പറ്റില്ല. സൗകര്യമില്ലാത്തത് കൊണ്ടല്ല, ഇത്തരം കേസുകളൊന്നും വൈഫിന് ഇഷ്ടല്ല. ഇത് നാട് വേറെയാ. വല്ല CID വന്ന് കേറിയ നാട്ടുകാര് വേറെയാ പറയാ. അതൊന്നും ഉണ്ടാവില്ല സുഖേട്ടാ, ഇന്നൊരു രാത്രിക്ക് മതി. നേരെ ഉരുട്ടിപ്പോയില്ലേ. താനൊരു കാര്യം ചെയ്യ്, വല്ല സംഘടനക്കാരെ അങ്ങ് ഏൽപ്പിക്ക്. ബാക്കി അവര് നോക്കിക്കോളും. എനിക്കിത്തിരി തിരക്കുണ്ട്. സംഘടനക്കാര് ആകാശത്ത് പൊട്ടി വീണല്ലേ? പറയണ കേട്ടാ തോന്നും അവർക്ക് മാത്രമേ സേവനം പാടുള്ളൂ എന്ന്. നമുക്ക് സ്വൈര്യമായിട്ട് ജീവിക്കണം, അതിനൊരു തടസ്സവും പാടില്ല. ഒരു ഉപദേഷ്ടാവ്. പുറത്തന്നെ നിൽക്കണ്ട, അകത്തേക്ക് വന്നോളൂ. പേടിക്കണ്ട, വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. ഒരാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലൊരു പെണ്ണ്. നാട്ടിൽ പോലും നടക്കാത്ത കാര്യം അത്. എന്നിട്ട് ഈ നാട്ടില്. ഏതായാലും ഇവിടെ എന്തെങ്കിലും വിരിച്ച് കിടന്നോ, ഞാനിവിടെ എവിടെയെങ്കിലും കാണും. പിന്നെ അധികം ബഹളം വയ്ക്കുകയും പുറത്തിറങ്ങൊന്നും വേണ്ട. ഇത് വെച്ചോ. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം. പിന്നെ കട്ടൻ ചായക്കുള്ള സൗകര്യം അപ്പുറത്തുണ്ട്, അത് കുടിച്ചിട്ട് പോയാൽ മതി. ഒരു കാര്യം ചെയ്, എല്ലാ ബിൽഡിങ്ങിലും ചെന്ന് വാച്ച്മാൻമാരെ കണ്ടാൽ മതി. വല്ല പാർട്ട് ടൈം ജോലിയും തരപ്പെടും. 3-4 പാർട്ട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യാം. പിന്നെ കടവും വീട്ടാം. തൽക്കാലം സ്പോൺസറെ കണ്ണിപ്പെടാതെ നോക്കിയാൽ മതി. ഏതായാലും ചെയ്തത്ര ശരിയായില്ല. ഇതേ ഗൾഫാ, ഇപ്പറിഞ്ഞ വല്ലം പുരിഞ്ചിതാ. புரிஞ்சது. ഹൗ പുരിഞ്ചത്. സമാധാനമായി. അതെ, റൂമിന്റെ താക്കോല് ഇതിനടിയിൽ ഇട്ടാ മതി. ഓക്കെ, വീണ്ടും സന്ധിപ്പും വരെ വണക്കം. കഴിവതും സന്ധിപ്പാതിരിക്കാം.
ഉന്നപ്പറമ്പിൽ ശശിനായരെ. പോടാ പോടാ, നിക്കടാ അവിടെ. അപ്പൊ പേടിയുണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് പറയാം പേടിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. കേട്ടടാ. നിന്റെ തന്ത പേടിച്ചിട്ടില്ല, പിന്നെ ആ ക്രിമി പോലത്തെ നിന്നെ. അമ്മാവനോ? ഉന്നപ്പറമ്പി ശശിനായരെന്ന് വിളിയടാ. എന്താ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളിയത്? വല്ല ചിക്കിളിയും പിടുങ്ങാനാണോ? അല്ല മാവ, ഞാൻ ഇന്നലെ അമ്മായിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ലച്ചുവിനൊരു കല്യാണാലോചന വന്നെന്ന് പറഞ്ഞു. ഏയ്, ഞാൻ ഇന്നലെ വിളിച്ചതാണല്ലോ, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. ആ, അത് തന്നെയാ കാര്യം. അമ്മാവനോട് പറയാൻ ധൈര്യം കിട്ടണില്ല. ഉണ്ണിയൊന്ന് പറഞ്ഞു നോക്കുന്ന് പറഞ്ഞു. കിച്ചുവിന്റെ അഡ്മിഷനെ ലക്ഷങ്ങൾ ഒപ്പിച്ചത് ഇപ്പോഴല്ലേ, പിന്നെ എന്ത് കണ്ടിട്ടാന്നൊക്കെ ചോദിച്ചത്. പാവം അമ്മയല്ലേ, അവളെ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം അതാതിന്റെ സമയത്ത് തന്നെ നടക്കട്ടെ എന്ന് മോഹം ഉണ്ടാവും. നമുക്ക് ഏതായാലും ഈ ഷവലിന്റെ വിധിയാ. ഒരിടത്ത് കൂട്ടുമ്പോ മറ്റേടത്ത് കുഴി. മുമ്പിൽ എപ്പോഴും ഒരു കുഴി ബാക്കിയുണ്ടാവും. ആ, അത് പോട്ടെ. നീ എന്താ കുടിക്കുന്നത്? ഓ, ഇവിടെ ഇപ്പൊ എന്ത് കിട്ടാനാ? അല്ലടാ, ദാ അവിടെ സൈഡ് ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ എല്ലാം കിട്ടും. നീ വാ. വേണ്ട മാവ, ഞാൻ ഇപ്പൊ കുടിച്ചേ ഉള്ളൂ. അല്ല, ഞാൻ അമ്മായിയുടെ എന്താ പറയണ്ടേ? അതോ അമ്മാവനൊന്ന് വിളിക്കോ? രാത്രി വിളിക്കാം. ഇന്നിപ്പോ ഓവർ ടൈം നിൽക്കാൻ വയ്യ. കുറേ ദിവസമായിട്ട് രാത്രി 10 മണിക്കാ റൂമിലെത്തണത്. കാലത്ത് 6 പോരുവം വേണം. വയ്യ, വല്ലാത്ത ക്ഷീണം. ഞാനങ്ങ് ക്യാമ്പിലേക്ക് പോവാ. നീ അങ്ങോട്ട് പോരുന്നോ? നമുക്കെന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് വാ. ഇല്ല, ഓഫീസിൽ കൊടുക്കേണ്ട കുറെ ചെക്കും പേപ്പറൊക്കെ വണ്ടിയിലുണ്ട്, അതുകൊണ്ട് കൊടുക്കണം. ഇപ്പോഴേ നേരം വൈകി. ആ, അമ്മ വിളിച്ചിരുന്നില്ലേ? ഉവ്വ, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാലിൽ നീർക്കെട്ടാന്ന് പറഞ്ഞു. വല്ല വാദത്തിന്റെ ആവും. മര്യാദയ്ക്ക് മരുന്ന് കുടിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. അല്ല, നിർബന്ധിച്ച് കുടിപ്പിക്കാനും ആരുമില്ല. അതാ ഞാൻ പറയണത്, വേഗം ഒരു കല്യാണം കഴിക്കാൻ. അത് കേൾക്കില്ലല്ലോ. ഇനി ഞാനിവിടെ ഒന്നും ശരിയാവില്ല അമ്മാവാ, ഞാൻ പോവാ. അമ്മയെ അമ്മമാരൊക്കെ നിർബന്ധിക്കുമ്പോ ആ, നീ വല്ലാതെ സ്റ്റൈലാക്കണ്ടേ. അവസാനം ഞങ്ങളൊക്കെ ഊരിയാലേ പിന്നെ കാല് പിടിച്ചാലും ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കൂല. നോക്കിക്കോ. ആ, ആ. ഓക്കേ, ശരി. അല്ല, നിങ്ങൾ വല്ലതും കഴിച്ചോ? എന്തേ? വല്ലാണ്ട് വിശക്കണു. 4 മുട്ടയെടുത്ത് സാൻഡ്വിച്ചാക്കി നല്ല കടുപ്പത്തിലൊരു ചായ കൊണ്ടുവരട്ടെ. നീയല്ലേ കുറച്ചു മുമ്പ് പോയി ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് വന്നത്? ഇഡ്ഡലി? അത് ഹോട്ടലുകാരുടെ ഇഡ്ഡലിയല്ലേ? പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് തലവേദനക്കുള്ള പല പനഡോളും ആയിരിക്കുന്നു. അതുകൊണ്ടൊന്നും വിശപ്പ് മാറൂല. ആനപ്പിണ്ടത്തിന്റെ വലിപ്പത്തിൽ ഇഡലി കിട്ടിയാലും നിന്റെ വിശപ്പ് മാറൂല. ഞാൻ ഒരുത്തനായോണ്ടല്ലേ നിന്നെ ഇവിടെ വെച്ചിരിക്കണ തന്നെ. അത് ശരി. മടുത്തെന്നുണ്ടെങ്കിൽ വിസ ക്യാൻസലാക്കി ഗ്രാറ്റുവിറ്റി ടിക്കറ്റ് തന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് പോവില്ലേ. അല്ലാണ്ട് വിശന്ന് മരിച്ച് പണിയെടുക്കാനൊന്നും എന്നെ കിട്ടൂല. എന്താ ഇപ്പൊ ഇത്? എനിക്കും വേണ്ട ഒരു ജീവിതം. ജീവിതം പറയുന്ന കേട്ടാ തോന്നുന്നു ഓൻ ഇപ്പോഴും ഉമ്മാന്റെ വയറ്റിലാണെന്ന്. സാൻഡ്വിച്ച് ഇങ്ങക്ക് ഉണ്ടാക്കണോ വേണ്ടേ? പറയ്. വേണ്ടാന്ന് പറഞ്ഞാൽ എനക്കിപ്പോ ഇവിടെ കൈ കിട്ടണൊക്കെ എടുത്ത് കാലിയാക്കാലോ. അപ്പോഴും നഷ്ടം എനിക്ക് തന്നെ. അപ്പൊ എത്ര മുട്ട എടുക്കണം? 4 മുട്ട എടുത്തു. 3 മുട്ട കൊണ്ട് എനിക്കൊരു സാൻഡ്വിച്ചും 1 കൊണ്ട് നിനക്കും. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ തിന്നണ ആൾക്ക് ഉള്ളിൽ എന്താന്ന് അറിയാണ്ടിരിക്കാൻ കണ്ടുപിടിച്ച സാധനമാണ്. അത് ഹോട്ടലിൽ കയറി കഴിക്കുകയാണെങ്കിൽ ഒരു പൊറോട്ടയും ഓംലെറ്റും എടുക്കുകയാണെങ്കിൽ 1.50. അത് പൊറോട്ടയെ ചുരുട്ടി തന്നാലോ 2.50. അതാണ് സാൻഡ്വിച്ച്. എന്താ അതുള്ള വെറുതെ അല്ലാന്ന് ഇയാള് കുറെ കാലമായി ദുബായി കിടന്ന് കളിക്കണ്, എന്നിട്ട് സാൻഡ്വിച്ച് എന്താണെന്ന് അറിയില്ല. ഞാൻ പഠിപ്പിച്ചു കൊടുക്കണോന്ന്. അല്ല, ഇന്നെ കണ്ടിട്ട് കുറച്ചു കാലമായല്ല. നീ എവിടെയായിരുന്നു? അവൻ ഇന്നലെ രാത്രി ഇവിടെ വന്നതല്ലേ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനെ കണ്ട എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ട, അതിലും കയറി അലങ്കോലിടോ. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അതിനു വേണ്ടി വഴക്കുണ്ടാക്കണ്ട. എനിക്കേ ഈ ഒരു പാക്കറ്റ് കുബൂസ് മതി. അപ്പൊ കറിക്കൊന്നും വേണ്ട എനിക്ക്. ഇന്നലത്തെ കറി വീട്ടിലിരിപ്പുണ്ട്, അത് കേടായില്ലെങ്കിലേ അത് മതി. അല്ലെങ്കിൽ ഒരു മുട്ട. ഇന്നത്തെ കാര്യം കുശാൽ. ശരിയാ, നീ ഒരു ഗൾഫുകാരനല്ലേ, നിനക്കും വേണ്ട ഒരു ജീവിതം. പോയി സാൻഡ്വിച്ച് ഉണ്ടാക്കി വേടാ. ഞാൻ പോയില്ലത്.
ഓക്കെടാ, ഞാൻ റൂമിലെത്തി. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. കഴിവറ മോള് താക്കോലും കൊണ്ടുപോയി. ഇനി മേല തൊപ്പിക്കുടയോളം വലിപ്പത്തിൽ കണ്ടാലും ഒരു പെണ്ണിനെ സഹായിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. എന്റെ കൺട്രോളിന്റെ ഊക്കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ എന്തൊക്കെ സംഭവിച്ചാനെ. ദാ ഇപ്പൊ മുറിയും പൂട്ടി താക്കോലും കൊണ്ടുപോയി. ഒരു പരോപകാരിക്ക് ഇത് തന്നെ കിട്ടണം. പോയില്ലേ? അല്ല, പോവൂല്ലേ? എന്നെ കൊണ്ട് പോവുള്ളൂ. എന്റെ മുണ്ടും ഷർട്ടും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എടുത്ത് ഉപയോഗിക്കാൻ? ഇത് മാറിയേ. വെറുതെ അല്ല നിങ്ങളുടെ നാട്ടിലെ LTT-ക്കാരെ എയർപോർട്ട് അറ്റാക്ക് ചെയ്യണത്. നീ ഒന്നും ഇങ്ങോട്ട് കയറണ്ടെന്ന് കരുതിട്ടാവും. ഇതല്ലേ സ്ഥിതി. അത് വന്ന് ഡ്രസ് വാഷ് പണി 3 നാൾ ഓ, ആச்சு. അത് വന്നാലും വന്നില്ലെങ്കിലും ഇപ്പൊ സ്ഥലം വിട്ടോണം. ഓ, ഇനിയിപ്പോ ഒരു ഷട്ടൂരാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതായല്ലോ ഈശ്വര. അതെ, ഞാൻ കുളിച്ചിറങ്ങുമ്പോഴേക്കും ഇവിടെ കാണാൻ പാടില്ല കേട്ടോ. അല്ല, ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? பொருட்கள் எல்லாம் இங்கேயே இருந்தது. അപ്പൊ മീനോ? நீங்கள் தந்த காசுல இருந்து கொஞ்சம் வாங்கினேன். ഓ, എവിടെന്ന്? அந்த சூப்பர் மார்க்கெட்ல இருந்து. ദൈവമേ, നീ അവരോട് പറഞ്ഞു എവിടേക്കാന്ന്? இல்ல இல்லை. ഒരു നടക്ക് പോകുന്നു തോന്നണില്ല. എന്തായാലും ഉണ്ടാക്കിയതല്ലേ, കഴിച്ചു നോക്കാം. അല്ല, നീ കഴിച്ചോ? இல்லை, உங்களை காத்திருந்தேன். അയ്യ, ഞാൻ ആരാ, നിന്റെ കണവനാ? ആ, ഉള്ള കഴിക്കായിരിക്കും. நானா? நான் அப்புறம் சாப்பிடுறேன். അപ്പറന്ന് വെച്ചാ എവിടെയാ? അങ്ങ് ബാത്റൂമിലാ. മര്യാദയ്ക്ക് അവിടെ ഇരിക്കി. പിന്നെ ഇതൊരു പാർട്ട് ടൈം ജോലി ആക്കല്ലേ, പിടിച്ചു നിൽക്കാനുള്ള അടവാക്കല്ലേ. 18 അടവും പഠിച്ചവനായി ഉണ്ണി, അറിയോ? அப்படி என்றால்? ഓ, ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ ദൈവമേ. യു നോ ഇംഗ്ലീഷ്? கொஞ்சம் தெரியும். അതെ, ഐ ആം ടെല്ലിങ് യു, യു ഡോണ്ട് ടേക്ക് ഔട്ട് യുവർ ഇൻസ്റ്റാൾമെന്റ്സ്. അടവേ. ഐ നോ 18 ഇൻസ്റ്റാൾമെന്റ്സ്. തെരിയുമാ? ஒண்ணுமே புரியல. അതെ, കറിയില് കൊഞ്ചം എരിവ് ജാസ്തിയാ ഇരിക്കേ. ஓ, அப்படியா? ഓ, എന്റെ ദൈവമേ. കഴിക്കി. അല്ല, പേരെന്താന്ന് പറഞ്ഞില്ല. ശ്രേയ. എന്തായാലും ഈ നേരത്തെ ഇറങ്ങിപ്പോവാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് തുടർന്ന നമുക്ക് രണ്ടാൾക്കും ചീത്തപ്പേരാവും, അറിയാലോ. അതുകൊണ്ട് ഈ ഒരു രാത്രി കൂടെ നിനക്കിവിടെ താമസിക്കാം. പക്ഷെ നാളെ
എന്താ എന്തുപറ്റി? நான் ஒரு கேட்ட கனவு கண்டேன். ഓ ദൈവമേ, കനവ് കൊണ്ട് കളിക്കാൻ പറ്റും നേരം. മനുഷ്യന് കാലത്ത് ഡ്യൂട്ടിക്ക് പോണ്ട. അപ്പോഴവളുടെ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങ വേണേ. ഒരു സ്വപ്നവും കാണാതെ ഇവിടെ കഴിഞ്ഞു കൂടിയിട്ട് തന്നെ വാടക കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അറബി മുതലാളി. റൂമിന് വെച്ച് സ്വപ്നം കാണലും കൂടി തുടങ്ങിയെന്ന് അറിഞ്ഞാ അന്ന് മുതൽ 10-20% പിന്നെയും കൂട്ടും. സ്വപ്നം കാണുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ആലോചിക്ക്. ഇത് ഗൾഫാ, പുരിഞ്ചിതാ. അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ, അതിന് കരയണ്ട. அதனால் இல்லை, அவர்கள் என் அம்மாவை கொன்னிடுவாங்க. കൊല്ലേ? ആര്? எனக்கு பணம் விசாவுக்கு வட்டிக்கு கொடுத்தவர்கள். அவர்கள் பெரிய ரவுடிங்கள். அவர்கள் ஏதாவது செய்வார்கள். ഭയപ്പെടണ്ട, എല്ലാം ശരിയാവും. 1-2 പാർട്ട് ടൈം ജോലികളും ഒരു താമസ സൗകര്യം കിട്ടിയ എല്ലാ പ്രശ്നവും തീരും. വിസയുടെ കാലാവധി തീരും വരെ എവിടെയെങ്കിലും ജോലിയും ചെയ്യാം. ഏതായാലും വിഡ്ഢിത്തരം ചെയ്തു പോയില്ലേ? അല്ല, ശമ്പളം കിട്ടാതെ ജോലി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കിടന്നോളൂ, ഞാനൊന്ന് നോക്കട്ടെ വല്ലതും ശരിയാവോന്ന്. ഹലോ, ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. നീ ഇങ്ങോട്ടിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ദേ, ഇപ്പം അവൻ്റെ അമ്മാവനിങ്ങെത്തും. ദൈവത്തെ ഓർത്ത് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ പ്ലീസ്. ഓക്കെ. പറയടാ, നിനക്കറിയാം, നീ വെറുതെ ഒളിച്ചു കളിക്കുക. എന്താടാ അവന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കെന്തറിയാനാ? സുഖയില്ല, അന്ന് രാത്രി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു, അത്ര തന്നെ. അതെന്ത് നിന്നെ മാത്രം വിളിക്കാൻ? ഞങ്ങൾ എല്ലാവരും അവന്റെ സുഹൃത്തുക്കളല്ലേ, എല്ലാത്തിനും നിന്നെ മാത്രം. വിളിക്കില്ലെന്ന് മാത്രമല്ല, വിളിച്ചെടുക്കുകയില്ല. ഫോൺ എടുക്കാത്തത് പോട്ടെ, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളങ്ങ് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. വ്യാഴാഴ്ച പണി കഴിയുന്നത് കാത്തിരുന്ന ആളാ. ഇപ്പൊ എത്ര കാലമേ ആ വഴി വന്നിട്ട്. നിങ്ങൾക്കൊക്കെ ക്രോസ് വിസ്താരം നടത്താൻ കണ്ടൊരു നേരം. എന്നെ വിളിച്ച് എന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അത് അവനോട് ചോദിക്കണ്ടേ? ആ ദേ, അതും ഇതൊന്നും പറയല്ലേ, അവന്റെ അമ്മാവൻ വരുന്നുണ്ട്. എന്താ ജാഫറെ, എന്തു പറ്റി അവന്? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാ വേഗം ചെല്ലാൻ പറഞ്ഞ് ഫോൺ വന്നത്. ചെന്നപ്പോ വല്ലാത്ത നെഞ്ചുവേദനയായിരുന്നു. ഞാൻ വേഗം ഒരു ആംബുലൻസ് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ ഡോക്ടർ അവിടെ പരിശോധിച്ചോണ്ടിരിക്കുക. ശശിയേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പൊ അകത്തേക്ക് കൊണ്ടുപോയതല്ലേ ഉള്ളൂ. ഡോക്ടർ വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. പോരുമ്പോ നിന്നോട് സംസാരിച്ചില്ല അവൻ? ഉവ്വ്, എന്നാലും നല്ല തളർച്ചയുണ്ടെന്നാ തോന്നണേ. ഈശ്വര, പെറ്റ തള്ള കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 4-5 എന്തെങ്കിലും സംഭവിച്ചാ? ഏയ് ശശിചേട്ടൻ ചുമ്മാതിരിക്കേ, വല്ല ഗ്യാസിന്റെയും, അത്ര പേടിക്കാനൊന്നുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? അടയ്ക്കല്ലേ മടി വെക്കാൻ പറ്റുള്ളൂ. അടയ്ക്കാൻ വരെ മടി വെക്കാൻ പറ്റില്ലല്ലോ. അകത്തു പോയി എനിക്ക് അവനൊന്ന് കാണാൻ പറ്റുമോ? ശശിയേട്ടനൊന്ന് സമാധാനായിട്ടിരിക്കെ. ഡോക്ടർ പരിശോധന ഒന്ന് കഴിയട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. പെങ്ങളെ വിളിക്കാനേ എനിക്ക് മടിയാ. വിളിച്ച ഇവന്റെ കാര്യം പറഞ്ഞ് കരച്ചില്ല. ഞാൻ മരിക്കണതിന് മുമ്പ് അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കുമെന്ന് ചോദിച്ചാ ബഹളം. ഇനിയിപ്പോ ഇതും കൂടെ അറിഞ്ഞാ പണിയും കാര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? സ്വന്തം അമ്മയെ പോലും ഒന്നും വിളിക്കില്ല. അത് പോട്ടെ, ഞാൻ ഒരാളില്ലേ ഇവിടെ അമ്മാവനായിട്ട്? ഒന്ന് വിളിക്കേ വരിയേ ഒന്നുമില്ല. അങ്ങനൊന്നും അല്ലായിരുന്നു ആ കുട്ടി. എന്തു പറ്റിയെന്ന് ആർക്കറിയാം? ജാഫറെ, വെപ്പും തീനും വെടുപ്പും വൃത്തിയും എല്ലാം കൂടി റൂമിലെത്തിയ വല്ലാത്തൊരു സുഖമായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അരുതാത്തൊന്നും എൻ്റെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല.
പറ്റിയൊരു റൂം കിട്ടിയ അവളങ്ങോട്ട് മാറിക്കോളെന്ന് കരുതി. ജോലിയും അപ്പോൾ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്നൊരു ദിവസം കമ്പനിയുടെ ആനുവൽ പാർട്ടി കഴിഞ്ഞ് ഏറെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത്. അതും നല്ല ബോധത്തിലായിരുന്നില്ല. എന്തോ അവളുടെ ഭാഗത്തുനിന്ന് കാര്യമായ എതിർപ്പുണ്ടായില്ല. ഒരു കടപ്പാട് പോലെ നിർവികാരമായൊരു മൗനായിരുന്നു അവൾക്ക്. ഉറക്കവും മയക്കവും കഴിഞ്ഞ് സ്വയം ബോധം വീണ്ടും കിട്ടിയപ്പോൾ വല്ലാത്ത കുറ്റബോധമായിരുന്നു മനസ്സിൽ. ഞാനെല്ലാം തികഞ്ഞവനായിട്ടല്ല, തെറ്റ് ചെയ്യാത്തവനുമല്ല. പക്ഷേ ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥ ബോധപൂർവം അല്ലെങ്കിൽ പോലും ചൂഷണം ചെയ്തതിലുള്ള കുറ്റബോധം. പിറ്റേന്ന് ഞാൻ ജോലിക്ക് പോയില്ല. 1-2 കൂട്ടുകാരെ കണ്ട് അവരുടെ നാട്ടുകാരായ സ്ത്രീകളുടെ കൂടെ താമസം തരപ്പെടുത്തി. ഞാൻ റൂമിൽ തിരിച്ചെത്തിയപ്പോൾ ജാഫർ, അന്നു മുതൽ ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ശരി, ഈ പറഞ്ഞതൊക്കെ നേര്. പക്ഷേ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നില്ലേ? ചെയ്തില്ലെന്ന് മാത്രമല്ല, പെറ്റ തള്ളയെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ നിനക്ക് നേരമില്ല. ഇവിടെയില്ലേ അമ്മയുടെ സ്വന്തം ചോര, നിന്റെ അമ്മാവൻ? അയാളെ ഒന്ന് ചെന്ന് കാണാൻ നിനക്ക് സൗകര്യമില്ല. എവിടുന്നോ വന്ന ഒരു പെണ്ണിനു വേണ്ടി എനിക്കിതൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല, ഒന്നും മൂടി വെക്കാനും പറ്റില്ല. അറ്റ്ലീസ്റ്റ് നീ ഇവിടെ ഉണ്ടെന്നെങ്കിലും ശശിയേട്ടനോട് ഞാൻ പറയും. ജാഫർ, എടാ, നീ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാതെ എടുത്ത് ചാടല്ലേ. ഞാൻ അവളെ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നല്ല. പിന്നെ 1 മാസത്തോളം കഴിഞ്ഞ് ഒരു രാത്രിയിൽ ആരാ? നീയോ? എന്തു വേണം? ഉപദ്രവിച്ചൊന്നും പോരാണ്ട് വീണ്ടും വന്നിരിക്കുക. എന്റെ കണ്ണോട്ടത് കണ്ടുപോകരുത്. Get out! I say you get out! ஏங்க கொஞ்சம் கதவை திறங்க, ஒரு விஷயம் சொல்ல வேண்டும். നീ പറഞ്ഞൊക്കെ മതിയടി, എനിക്കൊരു കാര്യം കേക്കണ്ട. അവള് പാതിരാത്രിയിൽ ഓ അടിച്ചോ? ഗുഡ് മോർണിംഗ്. സന്തോഷം. അല്ല, ഞാൻ മനസ്സിലാവേണ്ടി ചോദിക്കാ, നീ എന്റെ ആവശ്യത്തിനോ അതോ ഞാൻ നിന്റെ ആവശ്യത്തിനോ? ശ്രീയ, നീ പോയില്ലായിരുന്നു? ഈ തണുപ്പത്ത് രാത്രി മുഴുവൻ
ഞാൻ തീരെ അറിഞ്ഞില്ല. അല്ല, റൂമിൽ പോയിരുന്നില്ലേ? പറവായില്ലേ? എന്താ റൂമിൽ പോവാഞ്ഞേ? കാശ് വല്ലതും? വേണ്ടാം, വേറെ റൂം പാക്കണം. അതെന്താ, അവിടെ സൗകര്യമില്ലേ? அதனால் இல்லை, அவர்கள் ரூம் விட்டு போக சொன்னார்கள். എന്താ കാരണം? കാര്യം എന്താണ് പറ, എനിക്ക് ധൃതിയുണ്ട്. அது வந்து நான் എന്തായാലും പറ. எனக்கு നിനക്ക്? நான் கர்ப்பமாயிருக்கேன். എടി എരണം കേട്ടോളെ, ഒരു ഉപകാരം ചെയ്തതിന് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? ഇതൊക്കെ ഉണ്ണി കുറെ കണ്ടതാ കേട്ടോടി. ஒரு காலம் நான் உங்களை பிளாக்மெயில் பண்ண மாட்டேன், அதுக்காக வந்ததல்ல. അല്ലടി, നിനക്ക് ഒരു ജീവിതം തരാം, എന്റെ മണവാട്ടിയായിട്ട് നിന്നെ ഞാനിവിടെ വാഴിക്കാം. തേവിടിച്ച് കണ്ണി കണ്ട വേശ്യാലയത്തിലൊക്കെ കറങ്ങി നടന്ന് അതിന്റെയൊക്കെ പാപം എന്റെ തല കെട്ടിവെക്കാൻ ഇങ്ങോട്ട് വാടി, ഞാൻ നിന്നുതരാം. ഒന്നുകളായി ഞാൻ നിന്നെ പറഞ്ഞേക്കാം. നിന്നെ എനിക്ക് അകത്താക്കാൻ ഒരു ഫോൺ കോൾ മതി. കടന്നു പോടി മുതവി എന്റെ മുമ്പിന്ന്. நீங்கள் என்ன வேண்டும் என்றாலும் சொல்லுங்கள், செய்யுங்கள். வேண்டுமென்றால் என்னை கொல்லுங்கள், ஆனால் என் குழந்தைக்கு தகப்பன் வேறொருத்தர் என்று மட்டும் சொல்லாதீர்கள். நீங்கள் என் கண் கண்ட தெய்வம் மாதிரி. உங்களை நான் ஒரு நாளும் பிளாக்மெயில் செய்ய மாட்டேன், சத்தியம். സോഫി, ആ ഉണ്ണിയോടൊന്ന് വരാൻ പറയൂ. ഹലോ. ആ ഇല്ല, ദൈവാധീനം കൊണ്ട് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ആ വണ്ടി കണ്ടു, എല്ലാവരും അത് തന്നെയാ പറയുന്നത്. ഓ, അത് ടോട്ടൽ ലോസ്. ആ അത് പോട്ടെ. അത്രയ്ക്കൊന്നും ഇഞ്ചുറി ഇല്ല. ആ ഇപ്പം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ആ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഉണ്ണി, ഇരിക്കൂ. ഉണ്ണി വല്ലതും കുടിച്ചോ? ഓ സർ, ചായ കുടിച്ചു. ഹലോ. നോ നോ നോ, ടേക്ക് മെസ്സേജ്. ഐ ആം ബിസി ഹിയർ. ഓക്കെ. ഉണ്ണി, വാട്ട് ഹാപ്പൻ ടു യു? വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണല്ലോ, പിന്നെന്തു പറ്റി? യു ഹാവ് എനി പ്രോബ്ലംസ്? ഉണ്ണി നാട്ടിൽ പോയി വന്നിട്ട് എത്രയായി? 1 വർഷം ആവുന്നുള്ളൂ സർ. Then, any financial problems? Shivu, can you please come here? ഉണ്ണിക്ക് എവിടെയെങ്കിലും പെയിൻ തോന്നുന്നുണ്ടോ? ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട സർ, ഐ ആം ഓൾ റൈറ്റ്. ഏതായാലും ഉണ്ണി 2 ദിവസം റെസ്റ്റ് എടുക്കൂ, എന്നിട്ട് ജോലിക്ക് വന്നാൽ മതി. ഷിബു, കം. ഷിബു, ഡു യു നോ വാട്ട് ഹാപ്പൻ വിത്ത്? യെസ് സർ, ഐ വാസ് ദേർ വിത്തിൻ ദി ഹോസ്പിറ്റൽ. ഓ റിയലി? വെരി ഗുഡ്. ഷിബു, ഒരു കാര്യം ചെയ്യൂ, ഗിവ് ഹിം സം മണി. 2 ദിവസം പുള്ളി റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ സർ. ഉണ്ണി, റിലാക്സ്, റിലാക്സ്. ഡോണ്ട് വറി, സുഖമായി വിശ്രമിക്കൂ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷിബുവിനെ വിളിച്ചാൽ മതി. ഉണ്ണി പോയിക്കോളൂ, പോയി ഷിബുവിന്റെ ക്യാബിനിൽ വെയിറ്റ് ചെയ്യൂ. താങ്ക് യു സർ.
ഉണ്ണി നിൽക്കൂ. ഉണ്ണി രാത്രി ഉറങ്ങാറില്ലേ? ഉണ്ട് സർ. കുടിക്കാറുണ്ടോ? എന്നും കുടിക്കുവോ? ഇല്ല സർ. ഇന്നലെ കുടിച്ചിരുന്നു അല്ലേ? അതായിരിക്കും ആക്സിഡന്റ് ഉണ്ടായത്. അല്ല സർ, ഒരിക്കലും അല്ല. അത്രയൊന്നും രാത്രിയിൽ ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഇനി മേലിൽ ജോലിയുള്ള ദിവസങ്ങളിൽ രാത്രി മദ്യപിക്കരുത്. ഇറ്റ്സ് മൈ ഓർഡർ. ഓക്കെ? നൗ യു ഗോ ആൻഡ് വെയിറ്റ് ഫോർ ഹിം ദേർ. ഓക്കെ? ഓക്കെ സർ. ഇയാൾ എങ്ങനെയാ പൊതുവെ? ഇതുവരെയൊക്കെ നല്ല റിപ്പോർട്ടാണ് സർ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എനിവേ ടേക്ക് കെയർ ഓഫ് ഹിം. ഐ വിൽ ഡു ദാറ്റ്. സർ, മാഡം മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, പനിയാണെന്ന് പറഞ്ഞു. അതേടോ, 2 ദിവസമായി തുടങ്ങിയിട്ട്. ഈ തിരക്കും പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും. ഇതുപോലുള്ള വല്ല കേസുമായിരുന്നെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു. സ്വന്തം മക്കളെ അത് പറ്റില്ലല്ലോ. എന്നും പരാതിയാ. ആർക്കു വേണ്ടിയാ ഇതൊക്കെ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നുവെച്ച് ഇട്ടെറിഞ്ഞു പോകാൻ പറ്റുമോ? ഏതായാലും ഞാനൊന്ന് പോയിട്ട് വരാം. ഓക്കെ സർ. സർ, ഒത്തിരി മെസ്സേജ് ഉണ്ട്. Is there anything urgent? നോ സർ, ബട്ട് യു ഹാവ് an appointment. What? Appointment? Yes, Korean consultant sir. ഓ, അത് ആഫ്റ്റർനൂൺ അല്ലേ? Time is 3 now sir. Is it? Oh my God. Are they here now? Yes sir. Ask them to come in. Okay sir. But make it fast. Yes sir. Hello. കടുത്ത ദേഷ്യത്തോടെയാ ഞാൻ റൂമിലേക്ക് വന്ന് കയറിയത്. ആ ഒരവസ്ഥയിൽ അവളുടെ ഓരോ പ്രവർത്തനങ്ങളും അനിവാര്യമായി ശരിയായി എനിക്ക് തോന്നി. മേലനക്കാനാവാത്ത ഞാൻ, അത്യാവശ്യം ചികിത്സകൾ പോലും ലഭിക്കാൻ മാർഗമില്ലാതെ ഞാൻ കാരണം ഗർഭിണിയായൊരു പാവം പെൺകുട്ടി. എനിക്ക് അവളെ അവഗണിക്കാനായില്ലടാ, ആവില്ല. പക്ഷേ ഇന്നിപ്പോ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നു മോൾ. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ലടാ. തെറ്റാണ്, പക്ഷേ താനൊരു അച്ഛനാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ഏതൊരു പുരുഷനും സന്തോഷം കൊണ്ട് സ്വയം മറക്കും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടൊരു ദിവസമായിരുന്നു അന്ന്. അതെങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഞാനൊന്നൊരു ലേഡി ഡോക്ടറെ പോയി കണ്ടു. ഒരു ഗവൺമെന്റ് അംഗീകൃത ഡോക്ടറോട് ഇത്തരം ഒരു കാര്യം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഡോക്ടർ, ഞങ്ങളുടെ രണ്ടാളുടെയും ജീവിതം വേണ്ടാത്തരം ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. ശരിക്കും ഞാൻ ചെയ്യേണ്ടത് രണ്ടുപേരെയും പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുക. അയ്യോ, അത് ഞാൻ ചെയ്യുന്നില്ല. തൽക്കാലം പോ എന്റെ മുമ്പിൽ നിന്ന്. രോഗികൾ അവിടെ കാത്തിരിക്കുന്നു. കരഞ്ഞു പിഴിഞ്ഞൊന്നും പോകണ്ട, മുഖം തുടച്ചിട്ട് പൊക്കോളൂ. എന്താ നിങ്ങളുടെ പേര്? ഉണ്ണി. ദേ, നിങ്ങൾ ഇവിടെ വന്നിട്ടുമില്ല, എന്നെ കണ്ടിട്ടുമില്ല, ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഓക്കെ? അത് നടപ്പില്ലെന്നറിഞ്ഞപ്പോ അയൽപക്കത്ത് താമസിക്കുന്ന ഒരു ബംഗാളി സ്ത്രീ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരുപാട് തുകയായി കടന്നു കളഞ്ഞു. പിന്നെ ഞാൻ കഴിച്ചുകൂട്ടിയ 8-9 മാസം. പക്ഷേ ഡോക്ടർ, ഒരു 100 ജന്മം കൊണ്ട് പോലും അവരോടുള്ള കടപ്പാട് തീരില്ല.
ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. അവിടെ കിടന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്തു ചെയ്യുന്ന ഭയം കൊണ്ട് ചെന്നവരുടെ കാല് പിടിച്ചു. ആരാ? ഞാൻ ഉണ്ണി. ഡോക്ടറില്ലേ? വീട്ടിൽ വെച്ച് രോഗികളെ പരിശോധിക്കാറില്ലല്ലോ. കാലത്ത് ക്ലിനിക്കിലേക്ക് വരൂ. അതല്ല സർ, എനിക്ക് ഡോക്ടറോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ ശരി, അകത്തേക്ക് വരൂ. ഇരിക്കൂ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. എവിടെയാ? ഞാൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് ഒരു 8-9 മാസം മുമ്പ്. എന്തായിരുന്നു അസുഖം? അസുഖമല്ല, ഒരു സ്ത്രീയെയും കൊണ്ട്. ഓ, ആ ശ്രീലങ്കൻ. അതെ. ഓ, ഞാൻ ഓർക്കുന്നുണ്ട്. അതെന്തായി? നാട്ടിലേക്ക് അയച്ചോ? ഇല്ല, ഇന്ന് കാലത്തു മുതൽ പെയിൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ. ഏത് ഹോസ്പിറ്റലാ? ഹോസ്പിറ്റലൊന്നുമല്ല, വീട്ടിൽ തന്നെ. ഓ, ആരാ കൂടെ? ആരുമില്ല ഡോക്ടർ. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. ഡോക്ടർ ദൈവത്തോർ തന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? ഡോക്ടർ, അവിടെ കിടന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഡോക്ടർക്ക് അറിയാലോ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഡോക്ടർ ഒന്ന് വന്നാൽ. ആർ യു ക്രേസി മാൻ? അന്ന് ക്ലിനിക്കിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മേരി ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന്. നിങ്ങൾ ആള് കൊള്ളാലോ. താനൊന്ന് ചെല്ലടൂ, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ? അല്ലെങ്കിലേ തലയിൽ ബോംബ് കെട്ടിവെച്ചുള്ള ജോലിയാ ഇത്. എപ്പോഴെന്തോ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരു ഇഞ്ചക്ഷൻ മാറി അടിച്ചാ മതി, അതോടെ തീരും ഡോക്ടറെ കഥ. ഇത് നാട് വേറെയാ. ഞാൻ ഡോക്ടറെ കാല് പിടിക്കാം. എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഡോക്ടർ അവിടെ വന്ന വിവരം ഞാൻ ആരോടും പറയില്ല, പ്ലീസ്. അവളുടെ മരണമാണ് വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പക്ഷെ ശ്രമിച്ചില്ല എന്ന് വരരുതല്ലോ. ഒരു ജീവനല്ലേ ഡോക്ടർ, പ്ലീസ്. ഏതായാലും എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ശാന്ത. ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവരെ എഗ്രി ചെയ്താല് നിങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു. ഹലോ. ശരി, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഞാൻ പോവാം. ഓക്കെ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവനെ? രോഗിയുടെ ആരാ നിങ്ങൾ? ഉണ്ണിയുടെ അമ്മാവനാ. കണ്ടോളൂ. പക്ഷേ നിങ്ങൾ അതേ നേരം അവിടെ നിൽക്കരുത്. ഇല്ല. കം. എന്നോട് നിനക്ക് ഇത്തിരി സ്നേഹം ഉണ്ടാച്ചാ പോയിട്ട് എന്റെ മോനെ ഒന്ന് വേഗം ഇങ്ങോട്ട് പറഞ്ഞയക്കേ. നോക്കട്ടെ ചേച്ചി, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? എന്നൊന്നും പറഞ്ഞാ പോരാ. അവന്റെ അമ്മാവനല്ലേ നീ? സമ്മതിക്കണില്ലാച്ചാ രണ്ടങ്ങോട്ട് പൊട്ടിക്ക, അത് തന്നെ. അപ്പ ഇങ്ങോട്ട് പോന്നോളൂ. അമ്മോ, നീയുണ്ടോ ഇവിടെ? പരീക്ഷ കഴിഞ്ഞോ നിന്റെ? കഴിഞ്ഞു വല്യമാമേ. ഇനി അവൻ വരില്ല അച്ഛാ. അടുത്ത തവണ ലീവിന് നീ വരുമ്പോ കാണാൻ ഈ പെങ്ങളുണ്ടാവില്ല. അത് അവനോടും കൂടി പറഞ്ഞേക്ക്. ചേച്ചി ഒന്നും മിണ്ടാണ്ട് നിൽക്കണുണ്ടോ? വെറുതെ ഓരോന്ന് പറയാണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഇങ്ങോട്ട് വരാൻ മടി. അതേടാ, നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാ മതി. പേറ്റുനോവിന്റെ കടുപ്പ് എന്താണെന്ന് അറിയില്ലല്ലോ നിങ്ങൾ ആണുങ്ങൾക്ക്. അതറിയാങ്കി
എന്റെ മോൻ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നോട്. അവന് തോന്നുന്നുണ്ടാവും അവൻ വലിയ ആളായിന്ന്. പാല് കൊടുക്കുമ്പോ കടിച്ചെന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക്. അച്ഛന് കർമ്മം ചെയ്യാൻ ഏതായാലും അവനുണ്ടായില്ല. ഇനി അമ്മയും പോയിട്ട് വരാന്നാവോ അവന്റെ വിചാരം? ചേച്ചി, ഞാൻ യാത്ര പറയാൻ വന്നതല്ലേ, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. പിന്നെ പോകുന്നവർക്ക് മനസ്സിന് എന്ത് സമാധാനം ഉണ്ടാവുക? പോവാച്ചാ അത് തന്നെ വല്ലാത്തൊരവസ്ഥയാ. പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ കൂടി ചെയ്താ. അല്ലടാ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ചേച്ചിയുടെ ഈ വിഷമം നിന്നോടല്ലാതെ പിന്നെ അവന്റെ അടുത്തുനിന്ന് വരുന്ന വേറെ ആരോടാടാ ഞാനിതൊക്കെ പറയുക? എത്ര കാലായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ടെന്നറിയോ? കണ്ണടച്ച അവന്റെ മുഖ ചുറ്റും. ഇനി അവൻ വന്ന് അമ്മയെന്നൊന്ന് വിളിച്ചാലേ ഈ കാത്തിരിപ്പിനൊരർത്ഥമുള്ളൂ. ഒക്കെ ശരിയാവും ചേച്ചി. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ചേച്ചി പ്രാർത്ഥിച്ചോളൂ, അവൻ വരും. ശശിയേട്ടാ, എന്താ ഇത്? വാ ഇങ്ങോട്ട്. നിന്നോടാരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വിവരത്തിന് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞല്ലേ? എനിക്ക് വിവരം അറിയാതെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവന്റെ അമ്മാവനും നാട്ടുകാരും മുഴുവൻ പേരുണ്ട് ഇവിടെ. അവരെങ്ങനെ അറിഞ്ഞ സ്ഥിതി എന്താണെന്ന് നിനക്കറിയോ? ഞങ്ങൾക്ക് ഒരു നോക്ക് കാണണം, പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താനാ. പിന്നെ ഞങ്ങൾ പോയിക്കോളാം. തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാം. ഒരു നോക്ക് കാണാൻ സമ്മതിച്ചാ മതി. ഇപ്പൊ അത് നടക്കില്ല. എല്ലാവരും അവിടെ കൂടി നിൽക്കുക. നിങ്ങൾ ആരാന്നും പറഞ്ഞാ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ? പേടിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നത് വിശ്വസിച്ചൂടെ നിനക്ക്? അത് മുടിയാത്. എനിക്ക് കാണണം, കണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. സമാധാനം? എനിക്ക് അച്ഛനെ കാണണം. ഏതായാലും അവിടെ പോയിരിക്കാം. ഞാൻ അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അമ്മ, അച്ഛൻ എവിടെ? എവിടെ അമ്മ? അമ്മ, നമുക്ക് എപ്പോഴും അച്ഛനെ കാണാൻ പറ്റുക? അച്ഛൻ എന്താ പറ്റിയ? ഞാൻ രാത്രി ദേഷ്യപ്പെട്ടോണ്ടാണ് അച്ഛന് സുഖമില്ലുണ്ടായ? അങ്ങനെയൊന്നുമില്ല, കവലപ്പെടാതെ. അപ്പാക്കൊന്നുമില്ല, എല്ലാം ശരിയാകും. മോള് പ്രാർത്ഥിക്കാൻ. ഞാനൊന്നും പ്രാർത്ഥിക്കണില്ലേ? പിന്നെന്താ അച്ഛന് സുഖമില്ലാണ്ടായേ? അങ്ങനെയൊന്നും പറയാതെ. ശശിയേട്ടാ, മേലിലാരുമില്ല. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശശിയേട്ടൻ നടന്നോ? അങ്ങനെ ആവട്ടെ. ഓക്കെ. മതി കണ്ടത്. ഇനി പൊയ്ക്കോളൂ. ഇവിടെ നിന്ന് കരഞ്ഞാൽ അവനത് കൂടുതൽ പ്രശ്നമാവും. ഐസിയൊന്ന് മാറ്റട്ടെ, എന്നിട്ട് വീണ്ടും വന്ന് കാണാം. അതിനിടയ്ക്ക് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലും വലിയ കുഴപ്പമാവും. ചെല്ല്. അച്ഛോ,
കുടിക്കും മോളെ. എനിക്ക് കഞ്ഞി വേണ്ട. ദേ അച്ഛൻ. ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞിന്? ഒരു കുറവുമില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. അച്ഛന്റെ പൊന്നുമോക്ക് എന്ത് പറ്റിടാ. എന്താ ഭക്ഷണം കഴിക്കാത്തെ? ഭക്ഷണം കഴിക്കാതെ ആ പൊന്നിന് ക്ഷീണാവില്ലേ? വേണ്ട അച്ഛാ, എല്ലാം കയ്പാ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അയ്യോ വേണ്ട അച്ഛാ, ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കും, എനിക്ക് പേടിയാ. ഇല്ല, ഇഞ്ചക്ഷൻ വെക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞോളാം. നമുക്ക് മരുന്ന് കഴിക്കാം. അയ്യോ വേണ്ട അച്ഛാ, മരുന്ന് കയ്പാ. പൊന്നിക്ക് സുഖയുടെ ഒന്നുമില്ല, ഇവിടെ വെറുതെ ഇരിക്കാ. എന്നാ നീ ഇത് കുടിക്ക്, അല്ലാതെങ്ങനെയാ? നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് റെഡിയാവും. വീക്കെൻഡ് അല്ലേ, ക്ലിനിക്കിൽ നല്ല തിരക്കാവും. അങ്ങോട്ടേക്ക് പ്ലീസ് കം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സിഗരറ്റ് വലി ഉടനെ നിർത്തിയില്ലെങ്കിൽ കുഴപ്പമാവും. ശീലമായിപ്പോ ഈ സാധനം അങ്ങനെയാ. കഫത്തിന്റെ പ്രോബ്ലാ. തണുത്ത വെള്ളം കുടിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. ചെസ്റ്റ് എക്സ്റേ. ഓക്കെ ഡോക്ടർ. ഇവിടെ ഇരിക്കട്ടോ. അമ്മാവനെ കൊണ്ട് വലിയ ശല്യമായില്ല. ഇങ്ങനെ ഇവിടെ എത്തിയേ? അമ്മ അച്ഛനെവിടെ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എനിക്ക് വിശന്നിട്ടും വയ്യ. ഏതായാലും ഡോക്ടറെ കാണാം, എന്നിട്ട് കഴിക്കാം. ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ വെക്കൂ. ഇവിടെ സൂചി തീർന്നത്രേ. അങ്ങനെ വേണം, എല്ലാം തീരണം. എത്രയായി? 65 ദിർഹം. 65. ടോക്കൺ 16 ധന്യ. വാ. അല്ലേ, ഇതാര് ധന്യമോളോ? ഇനി എടുത്തുവാ. ഇന്ന് എന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റില്ല. ഓ, ആദ്യം ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇഞ്ചക്ഷൻ വേണോ വേണ്ടയോന്ന്. ക്ലൈമറ്റിന്റെ പനി, അത് സാരയില്ല. പക്ഷേ രക്തക്കുറവുണ്ട്. ഏതായാലും 2 ദിവസത്തെ മരുന്ന് ഞാൻ തരാം. എന്നിട്ട് സമാധാനം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഗ്ലൂക്കോസ് വേഗം കൊടുക്കണം. നല്ല ക്ഷീണമുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല ഡോക്ടർ, അസുഖമൊന്നും ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ വലിയ മടിയാ. ഇനി ഭക്ഷണം ശരിക്കും കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. 4-5 ഇഞ്ചക്ഷൻ ഒരുമിച്ചടിക്കും ഞാൻ. അപ്പ കഴിച്ചോളും ഭക്ഷണം. ഭക്ഷണം കയ്പായിട്ടാ ഞാൻ കഴിക്കാത്ത. മരുന്ന് ശരിക്കും കഴിച്ചാൽ മതി. അപ്പൊ ഭക്ഷണം കഴിപ്പുണ്ടാവില്ല കേട്ടോ. ചൂടുള്ളത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഐസ്ക്രീമോ? ഐസ്ക്രീം നല്ല ചൂടോടെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അമ്പടി, ആള് മോശമല്ലല്ലോ. ശരി ഡോക്ടർ. ശരി. ധന്യ, 40 ദിർഹം. ഇവളുടെ അച്ഛൻ ഇപ്പൊ വരും, എന്നിട്ട് തരാം. മതി, അവിടെ ഇരുന്നോളൂ. ശരി. നേരം 10 കഴിഞ്ഞു. വന്ന് പണം അടച്ചേ, ഞങ്ങൾക്ക് പൂട്ടിയിട്ട് പോകേണ്ടതാ. വാട്ട് ഹാപ്പൻ? എന്തു പറ്റി? ഈ കുട്ടി ഇവിടെ വന്നപ്പോ ഈ കുട്ടിയുടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നത്രേ. ഇപ്പൊ എവിടെ പോയെന്ന് ഇവർക്കറിയില്ല. ക്ലോസ് ചെയ്യാറായില്ലേ?
ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യൂ, ഏതെങ്കിലും ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തോളൂ. നാളെ വന്ന് പണമടച്ച് തിരികെ വാങ്ങിയാൽ മതി. എന്റെ കയ്യിൽ ഒന്നുമില്ല സർ, എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലാ. ഭർത്താവ് എവിടെയെന്നറിയില്ല, കയ്യിൽ 5 കാശുമില്ല, ഐഡന്റിറ്റി കാർഡുമില്ല, സുഖമില്ലാത്ത കുഞ്ഞു. നിങ്ങൾ ഗൾഫിൽ തന്നെയാണോ ജീവിക്കുന്നത്? പുള്ളിക്കാരന്റെ നമ്പർ ഉണ്ടോ? 4968122. അതൊന്ന് ട്രൈ ചെയ്യൂ. അത് സ്വിച്ച് ഓഫ് ആണ് സർ. എന്തായാലും ഇവിടുന്ന് പുറത്തു പോകണം. വി ആർ ക്ലോസിംഗ് നൗ. കാശ് പിന്നെ കൊണ്ടു തന്നാ മതി. താഴെ പോയി വെയിറ്റ് ചെയ്തോളൂ. ഏതാടാ റൂം? ഞങ്ങളും വരുന്നു. ശരിയാ, ഇന്നലെ അടുത്ത വീക്കെൻഡിൽ അവനെ പൊക്കാൻ പറ്റൂ. ഇനി നിന്റെ മുങ്ങൽ നടപ്പില്ല മോനെ. കുറെ കാലമായി നീ ഞങ്ങളെ കണ്ണു വെട്ടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. വാ, വേഗം നടക്ക്. വേണ്ടടാ, രാത്രി 3 മണിയായില്ലേ, എല്ലാരും ഉറങ്ങാവും. ഓക്കെ, അത് മതി. ഏതാ ബിൽഡിങ്, ഏതാ ഫ്ലോർ, ഏതാ റൂം നമ്പർ എല്ലാം പറയണം. ശരി, എന്നിട്ട് വിട്ടാ മതി അവനെ. ഇതാ ഇവിടെ 8th ഫ്ലോർ 806. സത്യാണല്ലോ. പറ്റിപ്പാണെങ്കിലേ ഇതുപോലെ ആവില്ല. ഒരാഴ്ചത്തേക്ക് നീ പുറലോകം കാണില്ല. കടറ പുളിയനൂറുമ്പേ. വാടാ പോകാം. വാ, കേറ്. കഴിഞ്ഞില്ലല്ലേ? മരുന്ന് കഴുത്ത് ഞെരിച്ചെന്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റാത്തോണ്ടല്ലേ നിങ്ങൾ ഈ പണി ചെയ്തത്? വിളിക്കണ്ട, ഞാൻ ഏതായാലും വലിഞ്ഞു കയറി വന്നവളാ. കഴുത്തിലൊരു താലിച്ചരടില്ലാത്തോണ്ട് അവകാശം പറയാൻ അധികാരമില്ല. പക്ഷെ ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാട്ടരുത്. ഒരിട്ട് ചൂടുവെള്ളം കുടിച്ചിട്ടില്ലേ ഈ കുട്ടി? ഡോക്ടർ ഉടനെ മരുന്നും ഗ്ലൂക്കോസും കൊടുക്കാൻ പറഞ്ഞതാ. അവരുടെ ഔദാര്യം കൊണ്ടാ അവിടെ നിന്ന് ഇറങ്ങി കിട്ടാൻ പറ്റിയത്. ഈ ചൂടത്ത് ഉറങ്ങുന്ന കുഞ്ഞിനെയും പേര് 5-6 കിലോമീറ്റർ നടന്നത് എനിക്ക് ദൈവത്തിനെ അറിയൂ. നീ കരുതിയതുപോലെയല്ല കാര്യങ്ങള്. ക്ലിനിക്കിൽ വെച്ചേ പെട്ടെന്ന് അമ്മാവനെ കണ്ടപ്പോ അദ്ദേഹം പോട്ടേന്ന് കരുതി ഞാൻ മാറി നിന്നതാ. താഴെ ഇറങ്ങി നിന്ന അദ്ദേഹം പോകുന്നത് കാണാലോന്ന് കരുതി. അപ്പോഴേക്കും കൂട്ടുകാർ വന്ന്. എനിക്ക് അവരോട് പറയാൻ പറ്റുമോ നീ മോള് അവിടെ ഉണ്ടെന്ന്? എന്തൊക്കെയായാലും എന്റെ കയ്യിൽ 5 കാശില്ലെന്ന് അറിഞ്ഞൂടെ? എന്നാ പിന്നെ കാശും താക്കോലും എല്ലാം കൊണ്ടൊരു പോക്ക്. ബാക്കിയുള്ളവരിവിടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചതാ. അപ്പോഴേക്കും അവരും കൂടെ. മോളിലാണെങ്കിൽ അമ്മാവനും ഒരു നിവൃത്തിയില്ലാതായിപ്പോയി. നിങ്ങൾ ഏതായാലും എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനും ഈ നാട്ടിൽ നിന്ന് പുറത്തു പോവാൻ ഒരു രേഖ ശരിയാക്കിത്താ. പിന്നെ ഒരിക്കലും ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. വെറുതെ അതും ഇതും പറയണ്ട.
ഞാൻ എത്ര കാലമായി നാട്ടിൽ പോയിട്ടെന്നറിയോ എൻ്റെ അമ്മയൊന്ന് വിളിച്ചിട്ട്. സ്വന്തം അമ്മാവനെ കണ്ടപ്പോ ഒളിച്ചിരിക്കേണ്ട ഗതികേടെന്നുണ്ടായേ. എന്താ ഇതൊക്കെ എൻ്റെ കയ്യിൽ രേഖയില്ലാണ്ടാ? എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ടാ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അച്ഛനില്ലാത്ത കുട്ടിക്ക് ഏത് എംബസിയെ പാസ്പോർട്ട് കൊടുക്കുക? ഇനി ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കാന്നറിയോ? അവിടുന്ന് നേരെ ജയിലിലേക്ക് അവൻ കൊണ്ടുപോവാ, അറിയോ? എനിക്കിനി വയ്യ, ഒത്തിരി സഹിച്ചു. ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരുമിച്ചൊന്ന് ഇറങ്ങുമ്പോ തിരിച്ചു വരുമ്പോ നിങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് നാട്ടിൽ പോവാന്ന് വെച്ച അത് നടക്കില്ല. ബാക്കിയുള്ളവരെ കാണാനും പറ്റുന്നില്ല. കാണുന്നവർക്കൊക്കെ ഞാനൊരു ഏതാണിനും എന്നോട് എന്തും പറയാം. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. എന്റെ മോള്, അവളുടെ കൂടെ കളിക്കാൻ അയൽക്കാരും മക്കളെ സമ്മതിക്കുന്നില്ല. മക്കളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കാണുമ്പോ എന്നെ നെഞ്ചു പൊട്ടുക. ഇതെന്റെ മുഖത്ത് നോക്കി കഴിച്ചു പറ്റുമെന്ന് പറയുമ്പോ അടുത്തു. ഇതിന് വിഷം വാങ്ങി കഴിച്ച് ഞാനും എന്റെ കുഞ്ഞും ചാവും. ശ്രീയ, എന്നാ പിന്നെ നിങ്ങൾ മാത്രം മരിക്കണ്ട, നമുക്ക് ഒരുമിച്ച് മരിക്കാം. വേണ്ട, നിങ്ങൾക്കൊരു ഭാവി ഉള്ളതാ, അത് ഞങ്ങൾക്ക് വേണ്ടി കളയണ്ട. ഞങ്ങൾ ഏതായാലും വേണ്ട, എന്റെ മോളില്ലാത്തൊരു ജീവിതം എനിക്കും വേണ്ട. ഹലോ അമ്മ, ദേ എനിക്കെന്തായാലും ഈ മാസം നാട്ടിൽ പോണം. അത് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഇണ്ടൽ വിട്ട കളി? ഇപ്പൊ എന്തായാലും പോവാൻ പറ്റൂല. അതെന്താ എനിക്കും വേണ്ട ഒരു ജീവിതം? സ്കൂള് പൂട്ടട്ടെ, അപ്പൊ പോവാം. സ്കൂള് പൂട്ടുകളെ ഇങ്ങനെ കാത്തിരിക്കാൻ ഞാനെന്താ 10ാം ക്ലാസ്സിലേ പഠിക്കണത്? പഠിക്കണ കാലത്ത് ഞാൻ പഠിച്ചിട്ടില്ല, എന്നിട്ടല്ലേ ഇപ്പോ? അതല്ലടാ, സ്കൂള് പൂട്ടിയ ഫാമിലികളൊക്കെ നാട്ടിലേക്ക് പോകും. അപ്പൊ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കായാലും പ്രശ്നമില്ലല്ലോ. അത് ശരി. അപ്പൊ എനിക്കൊരു ജീവിതം വേണ്ടേ? മറ്റുള്ള ഫാമിലിയുടെ കാര്യത്തിൽ എന്തൊരു ബേജാറാ. സ്വന്തം പണിക്കാരന്റെ ഫാമിലിയെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ല. പിന്നെ എങ്ങനെ നാട്ടിൽ തൊഴിലാളി സംഘടന വളരാണ്ടിരിക്കുക? പാവം, അവർക്കും വേണ്ട ഒരു ജീവിതം. നീ ഇവിടെ കിടന്ന് ഇപ്പൊ എത്ര കയറ് പിടിച്ചാലും ഇപ്പൊ പോവാൻ പറ്റൂല. നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കണെങ്കിലേ ഞാൻ എന്റെ ഫാമിലിനെ കൊണ്ടുവരാൻ നിർബന്ധിതനാവും. എനിക്കും വേണ്ട ഒരു ജീവിതം. ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്യാനാണ്? ഓ, ഇനിയിപ്പോ അത് നിങ്ങളോട് പറയണോ? അതല്ലട പോത്തെ, 800 ഉലുവ ശമ്പളം കിട്ടണ നീ ഇവിടെ ഫാമിലിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. 800 മതിയെന്ന് ഞാൻ പറഞ്ഞൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് കൂട്ടിത്തന്ന് നിർബന്ധിക്കുകയാണെങ്കിലേ ഞാൻ വാങ്ങും. ആഹാ, വലിയ മനസ്സാണല്ലോ എന്റെ. മുതലാളിയാന്ന് വെച്ച് എന്ത് പോക്കൃതരം ചെയ്യാന്നാ? ബാക്കി അല്ലടാ, ഇവൾക്കിതെന്ത് പറ്റി? ആകെ ഒരു മരത്തുമെന്ന് വീണ മാതിരി. അല്ല, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തേ? ഇന്നലെ രാത്രി ഉണ്ണീനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിന്ന്. എന്തു പറ്റി? എന്താ ഓന്റെ ഫൈനൽ സ്ക്വാഡ് കുഴപ്പാന്നാ കേട്ടെ. ഫൈനൽ സ്ക്വാഡോ? ആന്ന് നട്ടല്ലേ. സ്പൈനൽ കോഡ്. എന്നിട്ട് ഒരു ഭാഗം തളർന്നു, സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ട്. ഹലോ, അതെ, ഗ്രോസറിയാണ്. 900-ന്റെ കോഴി, ഒരു കുബൂസ്, തൈര്. ഓക്കെ. എടാ ഉള്ള ആ 306-ലേക്ക് ഒരു 900-ന്റെ കോഴിയും ഒരു കുബൂസും ഒരു തൈരും. ഞാനിവിടെ ഒരു പണിയെടുത്തോണ്ടിരിക്കുക, അത് തീരട്ടെ.
രാവിലെ വന്ന് പറഞ്ഞതാ ആ പെണ്ണൊരു മന്നരിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഏത് പെണ്ണ്? ആ ഉണ്ണിയുടെ ലങ്കൻ. നീ ഒരു കാര്യം ചെയ്യ്, ആ അരി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തോളി, അത് ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഉണ്ണിയുടെ വീട്ടിലേക്ക് ഞാൻ പോയിക്കോളാം. അല്ല, ഇന്നിപ്പോ ഉച്ചക്ക് എന്താ ചോറിന് കറി ഉണ്ടാക്കണേ? എന്റെ തലയെടുത്ത് വെച്ചോ. മസാല പിടിക്കണ വല്ലതും പറയുന്നേ? അല്ലാന്ന് ശാപ്പാടിന്റെ കാര്യം മാത്രം ഒരു മടിയില്ല. വേറെ എന്ത് കാര്യം പറഞ്ഞാലും എയർ ഇന്ത്യന്റെ സമയം മാറിയ ഉപകാരത്തിന് എത്തൂല. അത് പിന്നെ എന്തെങ്കിലും കഴിക്കാണ്ടെങ്ങനെ? എനിക്കും വേണ്ട ഒരു ജീവിതം. വർത്താനം കേട്ടാ തോന്നും ബ്രൂണേ സുൽത്താനാന്നാ. ഒരണക്ക ഗ്രോസറിയും വെച്ച്. ഓ നീങ്ങളാ? അവളെ എവിടെ പോയി? ഓനവിടെ ഉണ്ട്, ചെന്നി കൂടുതലായിട്ടിരിക്കുക. അപ്പടിയാ? ഇതെത്രയായി? 16. ഇപ്പൊ എടുത്തു തരാം. ഏയ്, എന്താ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേക്കണത്? അർബാബ് വല്ല വാടകയും കൂട്ടിയാ? നീ ചെന്ന് കുറെ അരി സാധനങ്ങളൊക്കെ ബാഗിലിട്ടിട്ട് ഇങ്ങോട്ട് വാ. ഇത് മുഴുവനും കഴിച്ചിട്ട് പോ. മോളെ ദൂരെ എങ്ങ് പോരുത്. ഒന്ന് പുറത്തേക്ക് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെന്ന് എന്റെ വീട്ടിൽ വന്നിരുന്നു. ഓ അത് ശരി, അത് ചോദിക്കാൻ വന്നാ നീ? നിങ്ങൾ ചെയ്തത് ശരിയല്ല. അങ്ങനെ ഇപ്പൊ തെറ്റ് ശരിയൊക്കെ നോക്കി ഇവിടെ വല്ല നടക്കൂ? നീ കുറെ കാലമായിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഒരു വട്ടം ചെയ്യുമ്പോഴേക്കും എങ്ങനെയാ തെറ്റാവുക? അവളാരാ? എന്റെ ഭാര്യ ഒന്നല്ലല്ലോ, കീപ്പല്ലേ? ഒരുമാതിരി മറ്റേ വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? റൂമിൽ കയറി വന്ന് പോക്കിരിത്തരം കാണിച്ചിട്ട്. ഇന്ന് ചെയ്തത് ഞാൻ ഇനിയും ചെയ്യും. ചാൻസ് കിട്ടിയാൽ ഞാൻ അവളെ മളക്കും. നീ പോയി കോടതിയിൽ കേസ് കൊടുക്കടാ, ചെല്ല്. നിങ്ങൾ കരുതിയ പോലെ ഒരു സ്ത്രീ അല്ല അവള്. ഓ പിന്നെ ഇപ്പൊ മടത്തിൽ നിങ്ങടെ ഇറങ്ങി വന്നതല്ലേ, അതിന്റെ തെളിവാണല്ലോ 3-4 വയസ്സുള്ളവരനും കൂടെ. ഇനിയിപ്പൊ അത് വലുതാവുമ്പോ എന്താവോ ആവോ. നായിന്റെ മോനെ, എന്നോട് കളിച്ചാലുണ്ടല്ലോ രാത്രി ഞാൻ രണ്ടിനെ പോക്കിക്കും, കാണടാ. എന്താ? എന്ത് പറ്റി? അവരോട് ചോദിക്കാൻ പോയല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഒരു അക്ഷരം പറയാതെ ഇറങ്ങിപ്പോയത്? ആർക്കും തലേ കയറാൻ പറ്റിയ ഒരു അവസ്ഥയല്ലേ നമ്മുടേത്? എന്നുവെച്ച് എന്ത് തെമ്മാടിത്തരാവാന്ന?
മനുഷ്യനല്ലേ, തെറ്റി പറ്റിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട ജീവിതമാകുമ്പോൾ ഏത് നല്ലവനും. പക്ഷേ ആ, ആരാ ഇത്? ധന്യക്കുട്ടിയോ? മോളിന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ അല്ലെങ്കിലും സുന്ദരിയല്ലേ? ആണോ? ആട്ടെ, മോളെന്തിനാ ഇപ്പൊ വന്നേ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. ആ, അച്ഛൻ എപ്പോഴാ വീട്ടിക്ക് വരാ? അച്ഛനെ പെട്ടെന്ന് തന്നെ വരൂട്ടാ. പെട്ടെന്ന് കൊടുത്തോളൂ. ആരെങ്കിലും കണ്ടുവന്നു കഴിഞ്ഞാൽ അത് മതി. പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയിക്കോളൂ, ആരും കാണണ്ട. വേഗം ചെല്ല്. അമ്മ, നമ്മളെന്തിനാ ഒളിച്ചിക്കണേ? അത് നേഴ്സായിരുന്നു. വാ. മതി നിന്നത്. കഞ്ഞി ഇനി ഞാൻ കൊടുത്തോളാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ. ഇനി ആരെങ്കിലും കണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവും. എന്തായാലും ഇത്രയും ദിവസം ക്ഷമിച്ചില്ലേ, ഇനി കുറച്ച് ദിവസം കൂടി. അതാണ് എല്ലാവർക്കും നല്ലത്. വെറുതെ കരഞ്ഞു പിഴിഞ്ഞ് അവന്റെ അസുഖം കൂട്ടണ്ട. ചെല്ല്, നാളെ വരാൻ പറ്റുന്ന നേരം ഞാൻ വിളിച്ചു പറയാം. എനിക്ക് അച്ഛന് ഉമ്മ കൊടുക്കണം. അയ്യോ സോറി, റൂം മാറിപ്പോയി. ഓ, എന്റെ ജീവൻ പോയി. നിങ്ങളൊന്ന് പോയി തരാമോ? പഴയ പോലൊന്നും അല്ലല്ലോ. മരുന്നിന് തന്നെ വേണം ഒരു സംഖ്യ. പിന്നെ ഹോസ്പിറ്റൽ ഫീ എത്രയാവുമെന്ന് ആർക്കാ അറിയാം. കാശും പണവും ഒക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ തന്നെ ആരാ അവിടെ പോയി നോക്കാൻ നിൽക്കുക? 1-2 ദിവസമൊക്കെ ലീവാക്കാൻ സമ്മതിച്ചു വരും. പക്ഷെ എന്നും പറ്റില്ല. അതാ കാര്യം. ശശിയല്ലേ? അതെ, സാറായിരുന്നോ? ഓ, അച്ചായനും ഉണ്ടല്ലോ. ഹൗ ഇസ് യു നൗ? പറയത്തക്ക വ്യത്യാസമൊന്നും കാണുന്നില്ല. ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു? കുറെ മരുന്നിന് എഴുതി തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ശരി, എന്നാ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. ശരി. ശശി, കാശിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ആരെ നേരം കെട്ട നേരത്ത്? ആ ജാഫറണ്ണ നീ പുറപ്പെട്ടു. ആ ശ്രീയ, ഇപ്പൊ ഇങ്ങോട്ട് പുറപ്പെടണ്ട. നിങ്ങള് അവന്റെ ബോസും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ വന്നാ മതി. വേണ്ട മോളെ, ജാഫറണ്ണ ചെല്ലണ്ടെന്ന് പറഞ്ഞു. പറ്റില്ല അമ്മ, എനിക്ക് പോണം. എനിക്ക് അച്ഛനെ കാണണം. അമ്മ എപ്പോഴും എങ്ങനെ തന്നെയാ. ചെന്ന കഞ്ഞി കൊടുക്കാനും ഉമ്മ വയ്ക്കാനും ഒന്നും സമ്മതിക്കൂല. അമ്മയ്ക്ക് അച്ഛനോട് ഒരു സ്നേഹവും ഇല്ല. എനിക്ക് പോണം. എവിടെ പോയമ്മ അച്ഛൻ? നിങ്ങളാരാ? ഇവിടെ കിടന്നിരുന്ന ആള്. ആ, അവരിന്നലെ നാട്ടിലേക്ക് പോയല്ലോ.
നാട്ടിലേക്കോ? അതെ, നിങ്ങളാരാ? ആ അതെ, അടുത്തൊരു പേഷ്യന്റ് വരാനുള്ളതാ, ഒന്ന് പുറത്തേക്ക് നിൽക്കണേ. അമ്മ അച്ഛൻ എവിടെ പോയെന്നാ പറഞ്ഞേ? വീണുടയുന്നു
البنت